വെൽക്കം ടു ടേസ്റ്റി ഹോംലി ട്രീറ്റ്സ്. വീട്ടിൽ നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ടോ? എന്നാൽ നമുക്ക് അതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കി നോക്കിയാലോ? അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഉരുകി വരുമ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിൽ ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ വറുക്കുക. ഇനി അതിനുശേഷം ഒരു 3 നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയിൽ ഈ പഴം ഇട്ട് കൊടുത്ത് നമുക്ക് നെയ്യിൽ നന്നായി വറുത്തെടുക്കണം. ആവശ്യാനുസരണം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി മധുരം പോരാ എന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം 1-2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഉടച്ച് വെക്കണം. അങ്ങനെ ഇത് പഴം തേങ്ങയും എല്ലാം നല്ലവണ്ണം മിക്സായി ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. അതിന് ഒരു ബൗളിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇനി 1 കപ്പ് വെള്ളമെടുത്ത് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് ഇളക്കണം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം. അപ്പോൾ കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കണം. ഈ പരുവാണ് നമ്മുടെ ബാറ്ററിൻ്റെ. അധികം കട്ടിയില്ലാതെയും എന്നാൽ ലൂസല്ലാതെയും നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കുക. ഇനി നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ്ചറിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകൾ, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് വയ്ക്കണം. ഇതപ്പം നമ്മളെല്ലാം ഇതുപോലെ ചെറിയ ബോൾസാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റവിൽ ഒരു ചീനച്ചട്ടി വെച്ച് ആവശ്യാനുസരണം ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഒരു മീഡിയം ഫ്ലെയിം വെച്ച് ചൂടാക്കി വരുമ്പോൾ ഓരോ ബൗൾസും ഈ ബാറ്ററിൽ മുക്കി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ ബോൾസും ഇതുപോലെ മൈദയുടെ കൂട്ടിൽ മുക്കി നമുക്ക് എണ്ണയിലിട്ട് കൊടുത്ത് വറുത്തെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും നല്ലവണ്ണം മുരിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഈ എണ്ണയിലിട്ടത് വറുത്തെടുക്കുക. രണ്ട് ഭാഗവും എല്ലാ ഭാഗവും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലായോ? നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സുഗിയൻ ഉണ്ടല്ലോ, ഇത് നേന്ത്രപ്പഴം കൊണ്ടുള്ള സുഗിയനാണ്. വ്യത്യസ്തമായൊരു വിഭവമല്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിഭവമാണ്. നമ്മൾ സാധാരണ പഴം കൊണ്ട് പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ ഉണ്ടാക്കുക. നമുക്ക് ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.